തുടർച്ചയായ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുകയും ഇൻഡെക്സ് 0.5% ഇടിഞ്ഞ് 22,147 നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ, ചൈനയിൽ നിന്നുള്ള മിക്സഡ് എക്കോണമിക് ഡാറ്റ, ദീർഘകാലമായി നിലനിൽക്കുന്ന ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്നിവ മൂലം ഗ്ലോബൽ മാർക്കറ്റിലുണ്ടായ വീക്ക്നെസ്സാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിനെയും നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകാൻ പ്രേരിപ്പിച്ചത്. ചൈനയുടെ GDP ഗ്രോത്ത് ഡാറ്റ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്തെങ്കിലും ഇന്ത്യ മൗറീഷ്യസ് ടാക്സ് ട്രീറ്റിയിൽ വന്ന അമെൻമെൻറ്റ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ഫണ്ട് ഫ്ലോയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം IT സെക്ടറിലെ സ്റ്റോക്കുകളിലായിരുന്നു ഏറ്റവും പ്രധാനമായും സെല്ലിംഗ് കാണാൻ സാധിച്ചത്. ഇൻഫോസിസ്, LTI മൈൻഡ്രി തുടങ്ങിയ സ്റ്റോക്കുകൾ 3% ഇടിഞ്ഞു. ഇൻഡസ്ഇൻഡ് ബാങ്ക്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. അതേസമയം ഏഷ്യർ മോട്ടോർ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ONGC, ടൈറ്റാൻ, ഡിവിസ് ലാബ് തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് ഗെയിനർ കാറ്റഗറിയിൽ വരുന്നു. ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ വന്നത് IT ഇൻഡെക്സിൽ. IT ഇൻഡെക്സ് 2.6% ഇടിഞ്ഞു. നിഫ്റ്റി PSU ബാങ്ക് 1.3%, നിഫ്റ്റി ബാങ്ക് 0.6% ഇടിഞ്ഞു. അതേസമയം നിഫ്റ്റി മീഡിയ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും 1.57% ഉയരുകയും ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 0.6%, നിഫ്റ്റി ഫാർമ 0.4% ഇടിഞ്ഞു. വരും ദിവസങ്ങളിലും 22,000 തന്നെയായിരിക്കും നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട് എന്നാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. 22,400 പ്രധാന റെസിസ്റ്റൻസ് ആയിരിക്കും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 47,300 ഒരു ക്രൂഷ്യൽ റേഞ്ചാണ്. 47,300 താഴെയുള്ള ഇൻഡെക്സ് ക്ലോസിംഗ് ഇൻഡെക്സ് ബ്രേക്ക് ഡൗണിലേക്ക് നയിക്കാനും 46,500 വരെ ഇൻഡെക്സ് ഇടിയാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറായിരുന്നു IT സെക്ടർ. അതിനുള്ള പ്രധാന കാരണം അമേരിക്കൻ ഇൻഡെക്സായ നാസ്ഡാക്കിൽ വന്ന സെല്ലിംഗ് പ്രഷറായിരുന്നു. നാസ്ഡാക്ക് എന്ന ഇൻഡെക്സ് 1.7% ഇടിഞ്ഞതോടുകൂടി ഇന്ത്യൻ IT ടെക് സ്റ്റോക്കുകൾ അണ്ടർ പെർഫോം ചെയ്യും എന്നാണ് പൊതുവെ മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. ഇവിടെ ഇൻഫോസിസ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 3.6% ഇടിഞ്ഞ് 1,415 ക്ലോസിംഗ് നൽകി. ഏപ്രിൽ 18 ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നതിന് മുൻപ് സ്റ്റോക്കിൽ വന്ന പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റ് ഗൗരവകരമായി തന്നെയാണ് എടുക്കുന്നത്. 5.8 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 24.05, ഡിവിഡൻഡ് ഈൽഡ് 2.51%. ഇപ്രാവശ്യം ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ വീക്ക് ഡിസ്ക്രിഷണറി സ്പെൻഡിംഗ് മൂലം റവന്യൂ കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും ഇടിയാനും പ്രോഫിറ്റിൽ മാർജിനലായിട്ടുള്ള വർധനവ് വരാനും സാധ്യതയുണ്ടെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. പ്രോജക്റ്റ് മാക്സിമസിൻ്റെ ഭാഗമായി കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ഇൻഫോസിസ് നടത്തുന്നതുകൊണ്ട് ഇൻഫോസിസിൽ മോഡറേറ്റ് ഓപ്പറേറ്റിംഗ് മാർജിൻ എക്സ്പാൻഷൻ പ്രതീക്ഷിക്കുന്നു. ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഏപ്രിൽ 18 പുറത്തുവരുന്നത്. സാധാരണഗതിയിൽ IT സെക്ടറിലെ കമ്പനികളെല്ലാം Q4 വീക്ക് പെർഫോമൻസാണ് കാഴ്ചവെക്കാറുള്ളത്. മണി കൺട്രോളിൻ്റെ എസ്റ്റിമേഷൻ പ്രകാരം ഇൻഫോസിസ് ഈ ക്വാർട്ടറിൽ 38,414 കോടി രൂപയുടെ റവന്യൂ റിപ്പോർട്ട് ചെയ്യും. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, അതായത് കഴിഞ്ഞ വർഷത്തെ Q4 താരതമ്യപ്പെടുത്തുമ്പോൾ റവന്യൂവിൽ 2.6% വർധനവ് പ്രതീക്ഷിക്കാം. എന്നാൽ ഡിസംബർ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റവന്യൂ 1.1% ഇടിഞ്ഞേക്കാം. ഇൻഫോസിസിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 6,128 കോടിയാകും എന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫ്ലാറ്റ് ഗ്രോത്തും കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 0.36% വർധനവും പ്രതീക്ഷിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇൻഫോസിസിൻ്റെ എബിറ്റ മാർജിൻ കഴിഞ്ഞ ക്വാർട്ടറിനേക്കാൾ 20 ബേസിസ് പോയിൻ്റ് ഉയരാനും കഴിഞ്ഞ വർഷത്തേക്കാൾ 30 ബേസിസ് പോയിൻ്റ് ഇടിയാനും സാധ്യതയുണ്ട്. ഇൻഫോസിസിൽ നിന്നും അത്ര മികച്ച റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും പ്രതീക്ഷിക്കുന്നില്ല. ICICI സെക്യൂരിറ്റീസ് റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് 1.5 മുതൽ 2% ചുരുങ്ങും എന്ന് പറയുമ്പോൾ ആൻറ്റിക് ബ്രോക്കിംഗ് ഏജൻസി 5 മുതൽ 7% ഗ്രോത്ത് റവന്യൂ ഗൈഡൻസിലുണ്ടാകും എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഫോസിസിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഗൈഡൻസ് 2025 ഫിനാൻഷ്യൽ ഇയറിൽ 20 മുതൽ 22% മെയിൻറ്റെയിൻ ചെയ്യാനും സാധ്യതയുണ്ട്. ഇനി IT സെക്ടറിൽ TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഏപ്രിൽ 12 പുറത്തു വന്നിരുന്നു. TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും വീക്ക് ഡിസ്ക്രിഷണറി സ്പെൻഡിംഗ് പ്രതിഫലിച്ചിരുന്നു. അതോടൊപ്പം തന്നെ TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ BFSI സെഗ്മെൻറ്റിലെ ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് ഇൻഷുറൻസ് സെക്ടറിലെ പെർഫോമൻസ് മോശമായിരുന്നു. ഇതുതന്നെയാണ് ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും പ്രതീക്ഷിക്കുന്നത്. വീക്ക് ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങിനോടൊപ്പം തന്നെ BFSI സെഗ്മെൻറ്റിലെ കമ്പനിയുടെ പെർഫോമൻസും മോശമാകുമെന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു.
ഇൻഫോസിസിന് ഈ ക്വാർട്ടറിൽ 2.5 മുതൽ 3.5 ബില്യൺ ഡോളർ വരെയുള്ള ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടാതെ ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം ഇപ്രാവശ്യം ബൈബാക്ക് അനൗൺസ്മെൻറ്റ് കൂടി ഉണ്ടാകും എന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസ് പ്രതീക്ഷിക്കുന്നത്. 100 മുതൽ 110 ബില്യൺ രൂപയുടെ ബൈബാക്ക് ആയിരിക്കും ഇൻഫോസിസ് പ്രഖ്യാപിക്കാൻ സാധ്യത. 2023 ഫെബ്രുവരി മാസത്തിലായിരുന്നു അവസാനം ഇൻഫോസിസ് ബൈബാക്ക് പ്രഖ്യാപിച്ചത്. ഇൻഫോസിസ് എന്ന സ്റ്റോക്ക് 1415 ട്രേഡ് ചെയ്യുന്നു. അതായത് വീക്ക് ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങിൻ്റെയും റവന്യൂ ഡിക്ലൈൻ ഉണ്ടാകാനുള്ള സാധ്യതയും മാർക്കറ്റ് ഏകദേശം ഫാക്ടറിൻ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. 1415 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഡീസൻ്റ് ആയിട്ടുള്ള ക്വാർട്ടർലി റിസൾട്ട് വന്നാൽ സ്റ്റോക്ക് 1500 മുകളിലേക്ക് ഉയർന്നേക്കും. അതേസമയം എസ്റ്റിമേഷനേക്കാൾ മോശമായ ക്വാർട്ടർലി റിസൾട്ടാണ് പുറത്തു വരുന്നതെങ്കിൽ സ്റ്റോക്ക് 1350, 1225 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം 1350-ൻ്റെയും 1225-ൻ്റെയും സപ്പോർട്ടാണ് ഇനിയുള്ളത്. 1500 വരും സമയങ്ങളിൽ കമ്പനിയുടെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്